പ്രമോദ് നാരായണൻ. ഞാൻ ഈ പേര് പറയുന്നതിന് വളരെ കൃത്യമായി ഉത്തരവാദിത്വപരമായിട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകനാണ്. ന്യൂസ് റീഡിംഗ് നടത്തുന്നതിലാവട്ടെ, കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതൊക്കെ വളരെ മനോഹരമായി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ മീഡിയ വൺ മറ്റൊരു ചാനലിൽ നിന്ന് മാറി മീഡിയ വണ്ണിലേക്ക് പോയിരിക്കുകയാണ്. മീഡിയ വണ്ണിൽ പോയതോ അവിടെ ശമ്പളം കൂടുതൽ കിട്ടിയതുകൊണ്ട് പോയതുകൊണ്ടോ പൊസിഷൻ കൂടുതൽ കിട്ടിയതുകൊണ്ട് പോയതിലൊന്നും ഒരു അഭിപ്രായമില്ല. ആർക്കും ഏത് ചാനലിലും സംസാരിക്കാം. ഇപ്പോൾ 24-ലിരുന്ന അരുൺകുമാർ അവിടെ ഇരുന്നുകൊണ്ട് മരമുറിയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന അരുൺകുമാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ മരമുറി സഹോദരന്മാർ വച്ച ചാനലിൻ്റെ പ്രധാനപ്പെട്ട ആളായി മാറി. ഇതൊക്കെ സംഭവിക്കും. റിപ്പോർട്ടർ ലൈവ് ഇതെല്ലാം സംഭവം. ഇതിലൊന്നും എനിക്ക് വിഷയമല്ല, അതൊന്നും പറയാനല്ല ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ പ്രമോദ് നാരായണൻ മറ്റൊരു വലിയ ഒരു വികലമായ ഒരു വിശകലനം നടത്തി. അദ്ദേഹം ഗവർണറെക്കുറിച്ച്, കേരള ഗവർണറെക്കുറിച്ച്, രാജേന്ദ്ര ആർലേക്കറെ ഒരു ഒബ്സർവേഷൻ നടത്തി. ആ ഒബ്സർവേഷനിൽ അദ്ദേഹത്തിന് RSSനെയും BJP കൂടെ തല്ലിയിട്ടുണ്ട്. ഞാൻ RSS കാരനോ BJP കാരനല്ല. പക്ഷേ ഈ ഫാക്റ്റായി തല്ലിയില്ലെങ്കിൽ കുഴപ്പം ജനങ്ങളിടയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് വിവിധ മതങ്ങളിലും ജാതികളിലും വിശ്വസിക്കുന്നവർ വിവിധ പാർട്ടികളിൽ നിൽക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പ്രമോദ് നാരായണൻ പറയുന്നുണ്ട് ഇദ്ദേഹം ദളിതനാണ്. ഇവർ പോയി മീഡിയ വൺ ടീം പോയി കണ്ടുപിടിച്ചതാണ്, ദളിതനാണ്. ഓക്കെ. ഇദ്ദേഹം 35-ാമത്തെ വയസ്സിൽ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ 35-ാമത്തെ വയസ്സിലാണ് BJP ചേർന്നത്. ഓക്കെ, ഡേറ്റ കൊടുക്കാം, ജനങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ അതുവരെ അദ്ദേഹം RSS പ്രവർത്തകനായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് അദ്ദേഹം വിവിധ പദവികളിലേക്ക് വന്നു. അവിടെ മുതലാണ് പ്രമോദ് നാരായണന്റെ ട്വിസ്റ്റ് വരുന്നത്. എന്താണ് പദവികളിൽ വന്നത്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി, ദളിതൻ പ്രസിഡന്റായി. ഓക്കെ. അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശിൻ്റെയും മറ്റ് 2 സ്റ്റേറ്റിൻ്റെയും 1 സ്റ്റേറ്റിൻ്റെയും ഗവർണറാക്കി ആക്കാം. അത് കഴിഞ്ഞ് അതിനു മുമ്പ് മന്ത്രിയായിരുന്നു, ഗോവയിൽ മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന് പറയുന്ന ഒരു അധികാര പദവിയും കൂടെയാണ്. പ്രമോദ് നാരായണൻ അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം കേരള ഗവർണർ ആവുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം ഡേറ്റ വൈസ് കറക്റ്റാണ് പ്രമോദേ. അത് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. നിങ്ങൾ അവിടെ പോയത് നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് അന്വേഷിക്കാനാണ് പോയത് എങ്കിൽ ഇവിടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി അടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങൾ പോയത്. അതൊരു നിർദ്ദേശമുണ്ട്, പോയിക്കോട്ടെ. ഒരു ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയൊക്കെ ജാതി ഇങ്ങനെ പറയുന്നതിൽ വേറൊരു കഥയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും പറഞ്ഞു. നിങ്ങൾ കണ്ടപ്പോൾ ഈ നമ്മുടെ രാജേന്ദ്ര ആൾക്കാരിലേക്ക് കണ്ടപ്പോൾ അദ്ദേഹം കറുപ്പൊന്നുമല്ല. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇദ്ദേഹം ബ്രാഹ്മണനായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോയത്. പക്ഷെ അദ്ദേഹം അവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം നിങ്ങളുടെ പോയിന്റാണ്. കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ BJPയിലേക്ക് 35-ാമത്തെ വയസ്സിലെത്തിയ ആൾ, ഇപ്പോൾ 90 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ ഗവർണർക്ക്. 10-25 വർഷം കൊണ്ട് 10-30 വർഷം കൊണ്ട് അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി, മന്ത്രിയാക്കി, 2 സ്റ്റേറ്റിന്റെ ഗവർണറാക്കി, 3-ാമത്തെ സ്റ്റേറ്റിന്റെ ഗവർണറാക്കി. ഇവിടെയാണ് അടുത്ത അടി നിങ്ങൾ അടിക്കുന്നത്. ഗോവ മുഖ്യമന്ത്രിയാകാൻ പലരുടെ പേര് വന്നപ്പോൾ ഈ രാജേന്ദ്ര ആർലേക്കറെ പേരും BJP പരിഗണിച്ചു. പക്ഷേ അതും കറക്റ്റാണ് ഡേറ്റ. അടുത്ത നിങ്ങൾ അടിയാണ് കുത്തിത്തിരിപ്പും. നിങ്ങൾ മീഡിയ വണ്ണിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന കുത്തിത്തിരിപ്പും സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുന്ന പ്രസ്താവന. എന്താണെന്നറിയാവോ? ദളിതനായത് കൊണ്ട് മുഖ്യമന്ത്രി ആക്കിയില്ല. അതും ഓക്കെ. അടുത്ത പ്രസ്താവനയാണ് കുറച്ചുകൂടി കടുകട്ടി. അധികാര സ്ഥാനങ്ങളിലൊന്നും ദളിതന്മാരെ കൊണ്ടുവരില്ലല്ലോ, ദളിത് പിന്നോക്ക വിഭാഗക്കാരെ എല്ലാം അധികാര സ്ഥാനത്ത് മാറ്റി നിർത്തുമല്ലോ. താങ്കൾ എന്ത് തോന്നിയവാസമാണ് പറയുന്നത്? ശുദ്ധ അസംബന്ധമല്ലേ പറയുന്നത്? മന്ത്രിയാക്കിയില്ലേ മാഷേ? എന്നിട്ട് അലങ്കാര പദവികൾ, ഗവർണർ പോലുള്ള അലങ്കാര പദവികളിൽ കൊണ്ടുപോരുന്നും കൂടെ അടിച്ചിട്ടുണ്ട്. കാര്യം ഗവർണർ ആക്കിയത് ആക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രിയാക്കിയത് വിട്ടുപോയി. താങ്കൾ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്രിയാക്കുന്നത് ഒരു അധികാര പദവി അല്ലേ? ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. BJPക്ക് 3 പ്രാവശ്യം 4 പ്രാവശ്യം അവർ അധികാരത്തിൽ വന്നു. 3 പ്രാവശ്യവും ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയ ഒരാളെ, ഒന്ന് ആദ്യത്തെ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഒരു മുസൽമാനെ, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിമിനെ തന്നെ, അത് പിന്നെ നമ്മുടെ അബ്ദുൽ കലാം സർ, അദ്ദേഹത്തിന് അങ്ങനെ ഗണത്തിൽപ്പെടുത്തുന്നത് ശരിയല്ല. ഞാൻ ജാതി ഗണത്തിൽപ്പെടുന്നത് ശരിയല്ല, എന്നാലും താങ്കളുടെ ഭാഷയിൽ പറയുകയാണ്. അതുപോലെ തന്നെ റാം ഗോവിന്ദ്, അദ്ദേഹം ദളിത് വിഭാഗത്തിൽ വന്നതാണ്. കുറച്ചുകൂടി ട്രൈബ് വിഭാഗത്തിൽ വന്ന അടുത്ത ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുർമു. എന്താ ഇത് പറയുന്നത്? 4 ചാൻസിൽ നരേന്ദ്രമോദിയുടെ 3 ചാൻസും വാജ്പേയിയുടെ 4 ചാൻസിൽ അധികാരം കിട്ടിയപ്പോൾ 3 പ്രാവശ്യത്തെയും പ്രസിഡന്റ് തീരുമാനിച്ചത് ദളിതന്മാരോ അന്യ സമുദായത്തിൽ. ഏത് ബ്രാഹ്മണനാ വന്നത്? ഇന്ത്യയിൽ നരേന്ദ്രമോദി ബ്രാഹ്മണനാണോ? ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ വിവരക്കേട് പറയുക, അതിൽ കുത്തിത്തിരിപ്പുണ്ടാവുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി അന്വേഷിക്കുക. അത് നിങ്ങൾ അന്വേഷിച്ച വിവരം കിട്ടാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു സെന്റൻസിലൂടെ ഇദ്ദേഹത്തെ ബ്രാഹ്മണനാക്കണം. അത് കഴിഞ്ഞില്ല. ബ്രാഹ്മണനാക്കാൻ പറ്റിയില്ലെങ്കിൽ ദളിതനായിട്ടും ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്ന് പറഞ്ഞ് അധികാര സ്ഥാനത്തെത്തില്ല എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പാണ്. എന്ത് പ്രമോദം കിട്ടുന്നത്? സ്ഥാനമാണോ പണമാണോ? പോയി വാഴ വയ്ക്കാൻ പോകൂ.
ഇതിനേക്കാൾ മോഷ്ടിച്ച് ജീവിക്കുന്നതാണ് മാന്യത. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. BJPയുടെ RSSന്റെ വക്കാലത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ പറയുന്നതിന് ഒരു ഉളുപ്പ് വേണം, ഒരു എന്താണ് കണ്ണാപ്പിത്തരം പറയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും പ്രേക്ഷകർ വിലയിരുത്തട്ടെ.